ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ സീക്രട്ട് ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർക്ക് അത്രയധികമായിട്ടുള്ള മാനസിക സമ്മർദ്ദമുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാവാം. ആ ഒരു സമയത്ത് അവർ എന്തൊക്കെയോ തെറ്റായ രീതിയിൽ നിങ്ങളോട് പ്രവർത്തിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റായിട്ടുള്ള എന്തോ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടൊക്കെയാണ് ഇത് സംഭവിച്ചത്. അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ സംഭവിച്ചത് എന്നെല്ലാമുള്ള അമിതമായ ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രയധികം മാനസിക പിരിമുറുക്കം ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ വ്യക്തി ചെയ്തു പോയ കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ടോട്ടൽ ചേഞ്ച് ആണ്. ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും എന്താണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റൈറ്റ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. യെസ്, ഒരു ഉറച്ച തീരുമാനം ഈ വ്യക്തി എടുത്തിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ വ്യക്തി ഇപ്പോൾ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് യെസ്, അത്രയധികമായിട്ട് അവർ ഓരോരോ നിമിഷത്തിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ആ ഒരു മെമ്മറീസ് ഓഫ് ലവ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് അവർ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അത്രയധികം എന്താണ് ആഴത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ അത്രയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ആ ഒരു ലൈറ്റ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ വലിയൊരു മാറ്റം നിങ്ങളാണ് അവരുടെ ജീവിതം ഇത്രയധികം ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ളത്, ഇത്രയധികം പ്രകാശപൂരിതമാക്കിയിട്ടുള്ളത് എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. മേ ബി നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയ നിമിഷം മുതൽ അവരൊരു ഡാർക്ക്നെസ്സിലായി പോയതുപോലെ, അല്ലെങ്കിൽ ഒരു ശൂന്യതയിലാണ് അവരുടെ ലൈഫ് ഉള്ളത് എന്നൊക്കെയുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള ഒപ്പോസിഷൻസ് കാണുന്നുണ്ട്. മേ ബി ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം ഈ വ്യക്തിയെ ശക്തമായിട്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവർ അത്രയധികം മാനസിക സമ്മർദ്ദം ഇപ്പോൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ സെപ്പറേഷൻ അവർക്ക് താങ്ങുന്നതിലും അപ്പുറമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, യെസ്, അത്രയധികം ഇമോഷണൽ ലോസ് ആണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അവർ ക്ഷമയോടുകൂടി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അവരൊരുപാട് തകർന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അത്രയധികം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് നിങ്ങളോടുണ്ട് എന്ന് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ പല തവണ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ അവർ സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവർ അത്രമാത്രം സഫർ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയും വേദനകൾ ഉള്ളിൽ ഒതുക്കി തന്നെയാണ് നിങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തിരിക്കുന്നതെന്നാണ് കാണുന്നത്. കുറച്ച് പേരും അവരായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളിൽ കോൺടാക്റ്റിൽ വരുന്നുണ്ടാവില്ല, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവാം. നിങ്ങൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ആ വ്യക്തിയോട് മെസ്സേജ് ചെയ്തിട്ടോ കോൾ ചെയ്തിട്ടോ ഒന്നും അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അത് നിങ്ങൾക്ക് തന്നെ അവർ മൂവ് ഓൺ ചെയ്ത് പോയി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയി പോയതെന്നാണ് ഇവിടെ കാണുന്നത്. അത്രയധികം നിങ്ങൾ കാണുന്നില്ല, അവരുടെ ആ ഒരു സങ്കടം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം നിങ്ങൾ അറിയാതെ നിങ്ങളിൽ നിന്നും ആ ഒരു മുഖം മറച്ചുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി സഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ഈ വേർപാട് അവരെ അത്രയധികമായിട്ട് സങ്കടപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് അത്രയധികം വേദന ഉണ്ടാക്കുന്നു തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു വേദന, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ മറികടക്കേണ്ടത് എന്ന് ഈ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ, തീർച്ചയായിട്ടും അവർ ഒരു മാറ്റമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും.
ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. ഓക്കെ, ലാസ്റ്റ് മൊമെന്റ് വരെയും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നു അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത്. ആൻഡ് നോ വൺ ക്യാൻ റീപ്ലേസ് യു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അവയർനെസ് ആ വ്യക്തിക്ക് ഉണ്ടാവാണ്. ഒരിക്കലും മറ്റൊരു വ്യക്തിയും നിങ്ങൾക്ക് പകരമാവില്ല, നിങ്ങളുടെ സ്നേഹത്തിന് പകരമാവില്ല. ഓക്കെ, ആൻഡ് ഐ എം സോറി. ഓക്കെ, ഒത്തിരി ഫീലിങ്സോട് കൂടി തന്നെ ആ വ്യക്തി നിങ്ങളോട് പറയാണ്. ആൻഡ് ഐ വിൽ കം ടു യു സൂൺ. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്തും എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തത് ലഭിച്ചത്. ആർ യു ഹാപ്പി വിതൗട്ട് മീ? ഓക്കെ, അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് പോലും അവർ നിങ്ങളോട് ചോദിക്കുകയാണ്. മേ ബി ഈ ഒരു രീതിയിൽ ആ വ്യക്തി നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഐ ലോസ് മൈ ട്രൂ ലവ്. അവരുടെ യഥാർത്ഥമായിട്ടുള്ള പ്രണയം പോലും അവർക്ക് നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുന്നു. ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ ഒരിക്കലും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാം അവർ സീക്രട്ടായിട്ട് തന്നെ അവരുടെ ഉള്ളിൽ ഒതുക്കുന്നൊരു സ്വഭാവമുള്ള വ്യക്തിയാണ്. ആൻഡ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ. ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ മുന്നോട്ടുള്ള കാർഡിൽ വന്നിട്ടുണ്ട്. അവരുടെ വേദന എപ്പോഴും അവർ ഹൈഡ് ചെയ്യാണ്, അവരുടെ പ്രോബ്ലംസ് അവർ ഹൈഡ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ അവർ അവരുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കും എന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുകയാണ്. ഐ എം ട്രൈങ് ടു ഒപ്പോസ് മൈ ഒബ്സ്റ്റക്കിൾസ് ഇൻ മൈ ലൈഫ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അവരെ ഒപ്പോസ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം. ഓക്കെ, അതെല്ലാം സാഹചര്യങ്ങളായിരിക്കാം. അതിനെല്ലാം ഒപ്പോസ് ചെയ്യാനായിട്ട് ഈ വ്യക്തി എന്തായാലും ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് തന്നെയാണ് പറയുന്നത്. ഐ ഫീൽ സോറി ഫോർ ഡൗട്ടിങ് ഓൺ യു. ഓക്കെ, നിങ്ങളെ തെറ്റിദ്ധരിച്ചതിൽ, നിങ്ങളെ ഡൗട്ട് ചെയ്ത് പോയതിൽ അവരിപ്പോൾ ഒരുപാട് അവർ വേദനിക്കുന്നുണ്ട്. അതിനോട് അവർ നിങ്ങളോട് സോറി പറയുന്നു. ആൻഡ് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യാണ്. എന്താണോ അവർ നിങ്ങളോട് ചെയ്തു പോയത് ആ ഒരു കാര്യത്തിൽ അവർ നിങ്ങളോട് സോറി പറയാണ്. ഓക്കെ, ഒരു ട്രൂ ഇമോഷണൽ മെസ്സേജ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇത് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക. ഓക്കെ, 24, letter number 4, 27, letter N, 29, ബ്ലൂ കളർ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ബ്ലൂ ആയിരിക്കാം. ലെറ്റർ ഡി, ലെറ്റർ എസ്, നമ്പർ 14, ലെറ്റർ എൽ, ലോങ് ഹെയർ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടായിരിക്കാം. ലെറ്റർ എ, വൈറ്റ് കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം. യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിനെയോ അല്ലെങ്കിൽ ഈ വ്യക്തിയോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയുകയാണ്. ലെറ്റർ ഡി ആൻഡ് ഫൈനലി ലെറ്റർ ആർ. ഓക്കെ,